അപ്പോൾ ഇറ്റ്സ് മി ദിൽ വ്ളോഗ്സ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഒറ്റൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോ. അപ്പം ഗൈസ്, അപ്പം തന്നെ ഇവിടെ ബോഡി വർക്കൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് സ്റ്റീലിൻ്റെ ബഫിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പം കഴിച്ചാൽ ഇതാണ് നമ്മുടെ സ്പീക്കർ വെക്കുന്ന ഫ്ലൈവുഡിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പം അന്ന് മനോണം പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് സാധനം കയറ്റുമ്പം തട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഡോറുകൾ തുറന്ന് അതനുസരിച്ചുള്ള സാധനം കാര്യങ്ങളൊക്കെ തട്ടും. നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തത് കയറ്റി വേണം. ഇപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതുണ്ട്. അപ്പം കറക്റ്റ് സ്പീക്കർ ഈ ഒരു സെൻട്രലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 6 ഇഞ്ചിൻ്റെ സ്പീക്കർ ആയ കാരണം നമുക്കിവിടെ ആ സൈഡിലുമായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പം ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയാൽ. അപ്പോൾ 4 ഇഞ്ചിൻ്റെ സ്പീക്കർ നമുക്ക് ഇതേലാണ് വരുന്നത്, ഈ ഒരു ബോക്സേ വരും. പിന്നെ ഇപ്പം ബാക്കി റെക്സിന് ഉള്ള പരിപാടിയും കാര്യങ്ങളുമാണ്, പിന്നെ ലൈറ്റിൻ്റെ സെറ്റപ്പും കൂടാണ് ഇനി ബാക്കി കിടക്കുന്നത് കേട്ടോ. മതി അന്നേരം ഇത് വെക്കുമ്പോ ഇപ്പം കാഴ്ച നമ്മള് ഫോണ് വെക്കുന്നതിൻ്റെ ഇതും ചേട്ടാ ഇത് നോക്കിയിട്ടെ പറ്റിയെന്നുണ്ടെങ്കിൽ ശരിയായി നിനക്ക് തിരിച്ചു കൊണ്ടുവരുവേ. അല്ല, അവിടെ ചെന്നിട്ട് ഫോൺ വെക്കാൻ വേറെ സംവിധാനം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഈ വീൽ കപ്പിൻ്റെ ക്ലാമ്പാ കേട്ടോ. ഇതാണ് നമ്മുടെ ഉണ്ടോ. പിന്നെ നമ്മൾ ഷോ ബീഡിങ്, ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ പ്ലാപ്പ് ചെറുത്, പിന്നെ വലിയ പ്ലാപ്പ്. ആ ഈ സാധനം എല്ലാം ഉണ്ട്. വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കാണ്. അപ്പം ഗൈസ് കണ്ടല്ലോ. അപ്പം നമ്മുടെ വണ്ടിയുടെ ഗൈസ് ഫൈനൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഫൈനൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു ലുക്കാണ് നമ്മുടെ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇച്ചിരി ധൃതിയായി, ഇവിടുത്തെ ഇച്ചിരി അത്യാവശ്യ പണി ഉണ്ടായിരുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഇത് അടിക്കാൻ നിന്നില്ല. നമ്മളത് നമ്മുടെ അടുത്തായതുകൊണ്ട് നമുക്ക് തിരിച്ച് പോകുന്ന സമയത്താണല്ലോ അടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇങ്ങ് കൊണ്ടുവന്നതാണ്. അപ്പം ഗൈസ് കണ്ടല്ലോ, നമ്മുടെ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ബമ്പറും കാര്യങ്ങളും സൈഡൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സെറ്റപ്പാക്കി. ഡോറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മിറർ നമുക്ക് ഇച്ചിരി വിസിബിൾ, അതായത് ഇച്ചിരി കുറവായിരുന്നു നമ്മുടെ ഈ റൂഫെല്ലാം അടിച്ചു വന്നപ്പോഴത്തേന്. അപ്പോൾ ഇന്നലെ നമ്മൾ കൊണ്ടുകൊടുത്ത സാധനങ്ങളാണ്, അതെല്ലാം ഫിറ്റ് ചെയ്തെല്ലാം സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ മിററിന് നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മിറർ കൊടുത്തേക്കുവാണ്. അവിടെ ഒന്നും പിടിക്കുക, ചിലപ്പോൾ പെയിൻ്റ് എങ്ങാണ്ട് കാണും. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മളിനിയിപ്പം തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുത്തെ നെറ്റിപ്പട്ടം അടിക്കാനും ബാക്കിലത്തെ ആ ഡോറിൻ്റെ അതും അടിക്കാൻ വേണ്ടിയാണ് പണിയുള്ളൂ കേട്ടോ.
നൈസ് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. അത് ഫൈനൽ പരിപാടിയാണ് കേട്ടോ. അതെന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ലാസ്റ്റ് ഫിറ്റിങ്സ് ആയിരുന്നു ഷെയ്ഡ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസിന് വേണ്ടി നമ്മൾ വേണ്ട ഷോറൂമിൽ വന്നേക്കുക കേട്ടോ. ഫസ്റ്റ് സർവീസാണ്. നമ്മൾ സ്റ്റാൻഡിൽ പോയി ഇതുവരെ ഓടാൻ തുടങ്ങിയില്ല. വണ്ടി ഇന്നലെ പൂജ കഴിഞ്ഞേ ഉള്ളൂ. അതിൽ സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ നമുക്ക് അങ്ങോട്ട് ഷോറൂമിലോട്ട് കയറാം. അപ്പോൾ ഗൈസ്, അപ്പോൾ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീറ്ററിൻ്റെ വയർ അപ്പുറത്തകത്ത് ആ ബോക്സിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വയർ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്നും കൊടുത്ത് അത് റെഡിയാക്കാം. അപ്പം ഫസ്റ്റ് സർവീസിന് നമുക്ക് 1234 രൂപ ആയിട്ടുണ്ട് നമ്മുടെ ചാർജും കാര്യങ്ങളും. അതിൻ്റെ ഡീറ്റെയിൽ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബില്ലാണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഞാൻ ബില്ല് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് ആപ്പേ ലൈഫ്, എൻജിൻ ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, വീലർ ഡീസൽ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഗൈസ്, അപ്പോൾ അതിനകത്ത് എൻജിൻ ഓയിലും കാര്യങ്ങൾക്ക് എല്ലാം കൂടെ 1070 രൂപയായി. പിന്നെ ഓയിൽ ഫിൽറ്ററിന് 104 രൂപ ഓയിൽ ഫിൽറ്റർ. പിന്നെ വേറെ എന്തോ ഉണ്ട്, ഇതെന്താ ടോട്ടൽ വാല്യൂ, പിന്നെ GST ആണെന്ന് തോന്നുന്നു. GST എല്ലാം കൂടെ കൂട്ടി അതായത് നമ്മുടെ ഏതായാലും 1230 രൂപ നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടല്ലോ ഗൈസ്, ഓയിലിൻ്റെ പിന്നെ നമ്മുടെ ഓയിൽ ഫിൽറ്റർ, ഓയില്, ഇത്ര സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സർവീസ് ചെയ്തത് കേട്ടോ. അതതിൻ്റെ ബില്ലാണ്. അപ്പോൾ 1230 രൂപയാണ് ഗൈസ് അപ്പോൾ നമ്മളെ വാങ്ങിച്ചത്. കാര്യം നമ്മൾ ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് സർവീസായി. അതായത് അതിനൊരു സംശയമുണ്ട് ഗൈസ്. അപ്പോൾ അതായത് നമ്മൾ ടൈമും കിലോമീറ്ററും ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം ടൈമും കിലോമീറ്ററും നോക്കാൻ നേരത്ത് വണ്ടിയുടെ പണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ടൈമായി. പിന്നെ നമ്മളാകെ ഓടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടപ്പനയൊക്കെ പോയായിരുന്നു, അവിടെ കുറേ ഓട്ടോ ഓടി. പിന്നെ എരുമേലിക്ക് പോയപ്പോൾ കുറച്ച് ഓട്ടോ ഓടി. പിന്നെ ഓടി വർക്ക്ഷോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടോ ഓടി. അപ്പം അത്രയ്ക്ക് ഓട്ടം നമ്മൾ ഓടി. അപ്പോൾ 700-നും എന്തോ 1000-നും ഇടയ്ക്കാണ് ഫസ്റ്റ് സർവീസ് ചെയ്തത്. അപ്പം ഡേറ്റ് ടൈം ആയപ്പോഴത്തേന് അവർ നമ്മളെ നേരത്തെ വിളിച്ചു. അപ്പം വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ ഓടാൻ ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേനും അപ്പം ഞാൻ ഓർത്തനാണെന്നറിയാം, നമ്മളിപ്പം വണ്ടി ഓടാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിനിടയ്ക്ക് പിന്നെ അവർ വിളിക്കും. പിന്നെ നമ്മൾ ഓട്ടത്തിന് ഇടയ്ക്കുന്നൊക്കെ നമുക്ക് പിന്നെ അത് സർവീസ് ചെയ്യാൻ പോകും. ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം കഴിച്ചു അപ്പോൾ ഞാൻ ഓടുന്നതിൻ്റെ തലേദിവസം തന്നെ ഞാൻ പോയി നമ്മുടെ സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്തു കേട്ടോ. പിന്നെ ഫസ്റ്റ് സർവീസ് ചെയ്തു. ഇനി എന്താ ചെക്കപ്പ് ഉണ്ട്, അത് നെക്സ്റ്റ് മാസമാണ്, ഫെബ്രുവരിയാണ് പറഞ്ഞേക്കുന്നത്. എമൗണ്ട് ഒന്നും ആകണമെന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം കഴിച്ചു അപ്പം കിലോമീറ്റർ ആണോ നമ്മൾ ടൈമിന് ശരിക്കും സർവീസിന് നമ്മൾ നോക്കേണ്ടത്, അതോ നമ്മുടെ അവർ കൊടുക്കുന്ന കാലാവധി ഉണ്ടോ, 1 മാസം അല്ലെങ്കിൽ ഇത്ര മാസം, അപ്പോൾ അല്ലേ ഡേറ്റിൻ്റെ ഇത്, അപ്പോൾ അതാണോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പം എന്തായാലും പിന്നീട് എനിക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു ശരിക്കും ഒരു 700 കിലോമീറ്റർ മേളിലൊക്കെ ആയിട്ട് ഓടാൻ വേണ്ടി വണ്ടിയായേ. പിന്നെ ആ ടൈമിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി നേരിട്ട് പോയി ചെയ്തതാണ്. ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് സർവീസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം കേസ് അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ A to Z നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഓരോരോ പാർട്ടായിട്ട് ഞാൻ മുന്നോട്ട് കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കേസ് അപ്പോൾ ഇതിനകത്ത് ഞാൻ തീരുന്നതിൻ്റെ ലാസ്റ്റ് ഇതായിട്ട് ഞാൻ രാജശേഖരൻ പറഞ്ഞത് നമ്മളെ വേറൊരു വണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അതിൻ്റെ ഒരു വിഷ്വലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്.
അപ്പം ഗൈസ് അപ്പം തന്നെ ഇവിടെ ബോഡി വർക്കൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് സ്റ്റീലിൻ്റെ ബഫിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടിയല്ല, അത് വേറെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെ വരും നമ്മുടെ സ്റ്റീലിൻ്റെ വർക്കൊക്കെ കണ്ടല്ലോ. കണ്ട് നല്ല അടിപൊളി ഫിനിഷും കാര്യങ്ങളുമാണ് കേട്ടോ. കുഴിവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വണ്ടിയും കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് ഷേപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾസറി തട്ടും റൂഫെല്ലാം ചെയ്ത് കഴിഞ്ഞേക്കുന്നൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വണ്ടി നമ്മൾ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഇതിന് ബാക്കിൽ അവർ ഡോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോർ ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ വരും. പിന്നെ ഈ ബാക്കിലത്തെ ഈ ബമ്പറിൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇച്ചിരി വീതി കൂടിയത് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ തട്ടപ്പോൾസറി ചെയ്തേക്കുന്ന രീതി ഇതാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ സ്പീക്കർ വരുന്ന ഇത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുന്ന രീതിക്കാണ് പറഞ്ഞത്. അതായത് ഈ ഓവൽ സ്പീക്കർ നമുക്ക് ഇങ്ങനെ കാണണം, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്ന രീതിക്കാണ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. അല്ല, അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയ 4 ഇഞ്ചിൻ്റെ സ്പീക്കർ വരുന്ന രീതിക്ക് ഇവിടെയും ഒരു തട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സെറ്റ് വർക്ക് എല്ലാം ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ലൈറ്റ് ഞാൻ കാണിക്കാം. ലൈറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല പക്കയായിട്ടുണ്ട് ഈ വർക്ക് കേട്ടോ. ലൈറ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. ഫുൾ ബ്ലാക്കിനകത്ത് വന്നപ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഇതിൻ്റെ മൾഗാർഡും ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ മോഡൽ വണ്ടിയുടെ പോലെ ചേഞ്ച് ചെയ്തെടുക്കുകയാണ്. ആപ്പേ ക്ലാസിക് തന്നെയാണ്. ഇപ്പം കൂടുതൽ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് മാറ്റുന്നില്ല. നമ്മൾ ആ ഒറിജിനൽ വന്നേക്കുന്ന ഈ ഒരു ഷേപ്പ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.